നമസ്തേ. ഇന്നത്തെ പ്രധാനമായിട്ടുള്ളൊരു ടിപ്സല്ല, ഒരു വിഷയം നമ്മളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കണമെന്നും നമ്മുടെ ശരീരം നമ്മളിപ്പോൾ പണത്തിൻ്റെ പുറകെയും മറ്റോ ഓടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ മാറുമെന്നും നമുക്ക് ആവശ്യത്തിലേറെ പണം സമ്പാദിക്കുമ്പോൾ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുമെന്നൊക്കെ ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊരു ചെറിയൊരു കാര്യമാണ് ഇന്നത്തെ ടിപ്സിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ മഠ കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെങ്ഷു ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വീട് ഒന്ന് നോക്കിയിട്ട് പ്രശ്നപരിഹാരം ചെയ്തുതരാം. മറ്റൊരു കാര്യം, കാരണം നാളെ ശനിയാഴ്ചയാണ്. സൂര്യദേവമഠ കുബേര ആശ്രമത്തിൽ നാളെ കുബേര പൂജ നടക്കുന്ന ദിവസമാണ്. ഉച്ചയ്ക്ക് 11:10 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 12:30 വരെ കുബേര പൂജ നിങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന കുബേര പൂജയാണ്. അതേപോലെ തന്നെ ഞായറാഴ്ച വിഷ്ണുമായ സ്വാമിക്ക് കലശമുണ്ട്. എല്ലാ ഞായറാഴ്ചയും നിങ്ങൾക്ക് കലശം സമർപ്പിക്കുവാൻ. എന്താണ് ഈ കലശം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, വിഷ്ണുമായയുടെ ഒരു സ്പെഷ്യൽ പൂജയാണ് കലശം. നമുക്ക് തുടക്കം എന്തെങ്കിലും, കാരണം ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ആളാണ് വിഷ്ണുമായ. കലിയുഗത്തിൽ മനുഷ്യനെ എല്ലാ രീതിയിലും സംരക്ഷിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ശിവനും പാർവതിയുടെയും ഒരേ ഒരു മകനാണ് വിഷ്ണുമായ. കാരണം ഈ വിഷ്ണുമായ ചാത്തൻ സ്വാമിയെക്കുറിച്ച് പല ആൾക്കാരും ഭയപ്പെടുത്തി നിർത്തിയിരിക്കുക. പല ആൾക്കാരെയും അതൊന്നും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം 10-27 വർഷം എൻ്റെ കൂടെ ഞാൻ ഉപാസനാമൂർത്തിയായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ അതിനെ സ്നേഹിച്ച് നമ്മുടെ കൂടെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഗുണഫലങ്ങൾ മാത്രമേ തരും. വിഷ്ണുമായയ്ക്ക് നമുക്ക് എന്ത് വേണോ കൊടുക്കാം, നമ്മളെന്ത് കഴിക്കുന്നു അത് കൊടുക്കാം. അത്രയും പവർഫുള്ളാണ്. അപ്പോൾ നമുക്ക് എന്ത് കാര്യം ചോദിച്ചാലും അദ്ദേഹം തരും, നമുക്ക് അതിന് യോജിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒരു കാര്യം ഈ വിഷ്ണുമായയോട് ചോദിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ചോദിക്കാൻ പാടുള്ളൂ. കാരണം അതേപോലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. സ്ത്രീകളെ കയറ്റാത്ത ഒരേ ഒരു ക്ഷേത്രം. സ്ത്രീകളെ കയറ്റും. വൈകുന്നേരം അത്താഴ പൂജ കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. അല്ലാതെ സ്ത്രീകളകത്ത് കയറാൻ പറ്റില്ല. പക്ഷേ കയറുന്ന പുരുഷന്മാർക്കെല്ലാവരും ആ പടി കയറി മുകളിൽ ചെന്ന് ഭഗവാനെ കണ്ട് തൊഴാനുള്ള അവസരം അവിടെയുണ്ട്. അപ്പോൾ അവിടെ കയറുമ്പോൾ ഈ വെണ്ണ നെയ്യ് കൊണ്ടല്ലാതെ, നെയ്യമൃത് എന്ന് പറയും, നെയ്യമൃതില്ലാതെ ആ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് കാണാൻ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ കയറുമ്പോൾ നമുക്ക് നെയ്യമൃത് 3 രൂപയോ 5 രൂപയോ മറ്റുള്ളൊരു നെയ്യമൃത് ഒരു ചെറിയൊരു കലത്തിനകത്ത് നെയ്യ് ഒഴിച്ച് അടച്ചു തരും. അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ മുന്നിൽ നമ്മൾ തന്നെയാണ് സമർപ്പിക്കേണ്ടത്. അതേപോലെ ഏതൊരു ക്ഷേത്രത്തിൽ പോകുമ്പോഴും നമ്മൾ വെറും കൈയോട് പോകാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ആരാധനാലയം ഏതെവിടെ പോയാലും. അപ്പോൾ നമ്മളതിനെന്താ ചെയ്യുക, നമുക്ക് യഥാവധി കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വേണം നമുക്ക് പൂജകൾ ആരംഭിക്കുവാൻ, അല്ലെങ്കിൽ നമുക്ക് പറയുവാൻ. എനിക്ക് ഇന്നൊരു കാര്യം സാധിക്കാനുണ്ട്, അതിൻ്റെ തടസ്സങ്ങളെല്ലാം അങ്ങ് മാറ്റി തന്നുകൊണ്ടിരിക്കുന്നത് നന്ദി എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അത് നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നത് അങ്ങേക്ക് സമർപ്പിച്ചേക്കാം എന്ന് പറയേണ്ട ഒരു ദിവസമാണ് പറയേണ്ട ഒരു ചടങ്ങാണ് ഈ കലശ പൂജ എന്ന് പറയുന്നത്. അപ്പോൾ കലശം ചെയ്യുവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും ഡയറക്റ്റ് വന്ന് കലശം ചെയ്തത് ഏറ്റവും നല്ലതാണ്. എന്നാൽ കലശത്തിനകത്ത് നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആഹാരം എല്ലാം കൂടെ ചേർത്ത് സമർപ്പിക്കുകയാണ്. അപ്പോൾ നേരിട്ട് വരാൻ കഴിയണമെങ്കിൽ ഏറ്റവും നല്ലത് ഈ വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്കാണ്. ഒരു 10-11 മണിക്ക് ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് സമർപ്പിക്കാൻ പറ്റും. നമുക്ക് പല ആൾക്കാർക്കും പല കാര്യങ്ങളും നടന്നിട്ടുള്ള അത്ഭുത സിദ്ധിയുള്ള ആളാണ് ഈ വിഷ്ണുമായ ചാത്തൻ സ്വാമി. സൂര്യദേവ മഠത്തിലുള്ള ചാത്തൻ സ്വാമി അത്രയും പവറാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ സൗകര്യം ഉണ്ടെങ്കിൽ വന്നോളൂ. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും 2025 മാർച്ച് മാസം 1-ാം തീയതി, കൊല്ലവർഷം 1200 ആണ്ട്, കുംഭം 17-ാം തീയതി ശനിയാഴ്ചയാണ് നാളത്തെ സൂര്യ ഉദയം രാവിലെ 6:38 സൂര്യോദയം. വൈകുന്നേരം 6:29 സൂര്യാസ്തമയമാണ്. രാഹുകാലം 9:34 11:02 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:09 12:31 മധ്യയാണ്. മുഹൂർത്തം 12:35 12:57 മധ്യയാണ്. അതേപോലെ തന്നെ ഗുളികൻ ഉദയം 6:38 8:06 മധ്യയാണ്. യമകണ്ഠ സമയം 1:58 3:26 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം.
പൂരൂരുട്ടാതി നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. ശില്പകർമ്മങ്ങൾക്കും അതേപോലെ തന്നെ വസ്തുക്കൾ വാങ്ങുന്നതിനും ജല സാന്നിധ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും വിവാഹത്തിനും വാസ്തുകർമ്മങ്ങൾക്കും എല്ലാ പ്രതിഷ്ഠയ്ക്കുൾപ്പെടെ കൊള്ളാവുന്നുള്ളൊരു ദിവസമാണ്. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് ശനിയാഴ്ച എന്നുള്ള കാര്യം നോക്കേണ്ട കാര്യമില്ല. കാരണം സൂര്യദേവമഠ കുബേരാശ്രമത്തിൽ എല്ലാ ശനിയാഴ്ചയും ശനിക്ക് തുല്യമായിട്ടുള്ള കുബേര ഭഗവാനെ നമ്മൾ ആരാധിക്കുന്നതും നമുക്ക് സ്വന്തമായിട്ട് ആരാധിക്കാൻ കഴിയുന്നതും. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള ദിവസമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടനൂർ ദോഷം, അസുമഞ്ഞ ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷവും വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട്. അതായത് ഈ വരുന്ന ശനിയാഴ്ച നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് 3 ദോഷമുള്ളത്. പിണ്ടനൂർ ദോഷം, വസുപഞ്ചക ദോഷം, അകന്നാൾ ദോഷം. ഇത്രയും ദോഷങ്ങളാണുള്ളത്. അപ്പം അതിനകത്ത് എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കണമെങ്കിൽ ഈ 3 ദോഷങ്ങൾക്കുള്ള പരിഹാരം ചെയ്ത് വേണം പോകാൻ. അല്ലെങ്കിൽ ഇത് പിറക്കും തലമുറകളെ ബുദ്ധിമുട്ടിപ്പിക്കും. ഈ പിറക്കും തലമുറകളെന്ന് പറയുന്നത് പിതൃദോഷം എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കും. പല കാര്യങ്ങളും ഈ പ്രശ്നത്തിന് പോലും തെളിയാത്ത അവസ്ഥയിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാരണം നമുക്ക് ഓരോരുത്തരും നോക്കുമ്പോഴായിരിക്കും കാണുന്നത് അവർക്ക് വീട്ടിലെ വാസ്തുപ്രകാരം പ്രശ്നങ്ങളുണ്ടാവില്ല, ജാതകപ്രകാരം അല്ലെങ്കിൽ ഇത് ഈശ്വരാധീനം നല്ലതായിരിക്കും. ഇതൊക്കെ കണ്ടാലും എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ടാകും. അത് ശ്രദ്ധിച്ചറിയാൻ പറ്റും. പിതൃദോഷത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദോഷമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദോഷമാണ് ഈ കുഞ്ഞുങ്ങൾ അബോർഷനായി പോവുക. കാരണം 2 കോടിയിൽ പരം വരുന്ന ബീജങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമേ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കൂ. അപ്പം ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അതിനെ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത് കൊണ്ടോ ഒക്കെ നമ്മളത് കളഞ്ഞു കഴിഞ്ഞാൽ ആ സോള് നമ്മുടെ കൂടെ ഉണ്ടാവും. ആ സോള് കൂടെ ഉണ്ടാകുന്ന ഏത് രീതിയിലാണ് ഉണ്ടാകുന്നത്? പിതൃമാരണമായിട്ട് ആ സോള് കൂടെ ഉണ്ടാവും. അതായത് നമുക്ക് ഒരു കാര്യവും സക്സസ് ആവാൻ പറ്റാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ പറയാറുള്ള കാര്യം. എപ്പോഴും നമ്മുടെ വീട്ടിലൊരു 2 അച്ഛനും അമ്മയും 2 കുട്ടികളും ഉണ്ടെന്ന് വെച്ചോളൂ. നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു വെച്ചോളൂ. ഏതെങ്കിലും ഒരു നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് എപ്പോഴും പറയാറുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ ആരെങ്കിലും ഒരാളെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റി എണീച്ച് മാറിപ്പോവും. കാരണം ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അവിടെ ചെറിയൊരു കലഹം ആ സമയത്ത് അവിടെ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാകുന്നത് ഈ ഒരു സോളിൻ്റെ എഫക്റ്റാണ്. അതുപോലെ പല കാര്യങ്ങളും ഇപ്പം കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അവസാനം ഒരു പരിധി കഴിയുമ്പോൾ ജോലി കിട്ടാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ പഠനം പെട്ടെന്നൊരു ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ട് വയലൻ്റ് ആയിട്ടൊക്കെ പോകുന്നൊരവസ്ഥ. ഇതൊക്കെ കുട്ടികളെയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പിതൃദോഷം ഇല്ലെങ്കിലും കുട്ടികൾ വയലൻ്റ് ആവാറുണ്ട്. കാരണം കുട്ടികൾ ആ ഒരു ലെവലിലാണ് ഇപ്പം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളന്ന് ജീവിച്ച യുഗമല്ല ഇപ്പം മയക്കുമരുന്നിൻ്റെയും അതിൻ്റെയൊക്കെ അടിമകളായിട്ടാണ് കുട്ടികളെ നമ്മൾ എത്ര സൂക്ഷിച്ചാലും കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ പറ്റിയിട്ടുള്ളൊരവസരമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതിനൊക്കെ നമുക്ക് ഒത്തിരി മീഡിയയിലൊക്കെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതനുസരിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. എപ്പോഴും നമ്മുടെ കുട്ടികളെ നല്ലൊരു ഗുഡ് ഫ്രണ്ടായിട്ട് കണ്ടുകൊണ്ട്, അതായത് അവർ സ്കൂളിൽ എന്ത് സംഭവിച്ചോ വീട്ടിൽ വന്ന് നമ്മളുടെ പറയത്തക്ക രീതിയിൽ ഒരു ഫ്രീ മൈൻഡാക്കി വളർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള പിതൃദോഷങ്ങളെയൊക്കെ നമ്മളത് ബാധിക്കുമ്പോൾ വീട്ടിനകത്തൊരു സ്വസ്ഥതക്കുറവും മറ്റുള്ള കാര്യം എന്തിനിറങ്ങിയാലും ഒരു തടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പിതൃദോഷത്തിൻ്റെ കാര്യമാണ്. ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഈ ദോഷങ്ങൾ മാറ്റുക, അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ അപോഷിപ്പിക്കുക, ഇതൊക്കെ വളരെ ദോഷമായിട്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതിൻ്റേതായ പരിഹാരങ്ങളും പ്രതിവിധികളും ചെയ്യണം. ഇപ്പോൾ അടുത്ത ആൾ കൂടെ വിളിച്ചു ചോദിക്കും എന്താ പരിഹാരം, അത് ഡേറ്റ് ഓഫ് ബർത്തൊക്കെ വെച്ച് നോക്കിയ ശേഷം നിങ്ങളുടെ വീട്ടിൽ ആ പിതൃവ് ഏത് കണ്ടീഷനിലാണ് നിൽക്കുന്നതെന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ എന്തിനും അതിൻ്റേതായ പരിഹാരമുണ്ട്. പരിഹാരം ചെയ്തു കൊണ്ടുവേണം നമ്മളത് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2025 മാർച്ച് മാസം 2-ാം തീയതി കൊല്ലവർഷം 1200-ാം ആണ്ട് കുംഭമാസം 18-ാം തീയതി ഞായറാഴ്ചയാണ്. ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:38 സൂര്യോദയം, വൈകുന്നേരം 6:29 സൂര്യാസ്തമയമാണ്. രാഹുകാലം 4:54 6:22 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:09 12:31 മധ്യയാണ്. മുഹൂർത്തം 12:35 12:57 മധ്യയാണ്. യമകണ്ഠ സമയം 12:30 1:58 മധ്യയാണ്. ഗുളികനുദയം 3:26 4:54 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചോറൂണിനും
അതേപോലെ സംഗീത വിദ്യാരംഭത്തിനും സീമന്തത്തിനും ശില്പകർമ്മങ്ങൾക്കും സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും വിവാഹത്തിനും വാസ്തുകർമ്മങ്ങൾക്കും വ്രത ഇത് ആരംഭിക്കുവാനും പ്രതിഷ്ഠയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ പറ്റുന്ന ഞായറാഴ്ച പുതിയ വീട്ടിലൊക്കെ നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ, അതായത് ഗ്രഹസംബന്ധമായിട്ടുള്ള കീർത്തി നേടുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. അത്രത്തോളം നല്ലൊരു ദിവസമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ടദോഷം, വസുപഞ്ചദോഷം, കരിനാൾ ദോഷം, വലിദോഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷമുണ്ട്. ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷമുണ്ട് ഞായറാഴ്ച. അപ്പം ഇതിനകത്ത് ഞായറാഴ്ചത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞായറാഴ്ച വൈകുന്നേരം രാഹുകാല സമയത്ത് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടിൽ നാരങ്ങ വിളക്ക് കത്തിക്കുക. നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ്. ഈ ശനിയാഴ്ചയും നിങ്ങളുടെ വീട്ടിൽ നീരാഞ്ജനം കത്തിക്കുക. നീരാഞ്ജനം കത്തിക്കുമ്പോൾ നമ്മൾ എള്ള് എടുത്തിട്ട് കറുത്ത തുണിയിൽ പൊതിഞ്ഞോ വെള്ള തുണിയിൽ പൊതിഞ്ഞോ കത്തിക്കാം. അതിന് വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ശനി ദോഷവും അതിലൂടെ നമ്മളിലോ ബാധിച്ചിട്ടുള്ള ദൃഷ്ടിദോഷമൊക്കെ മാറുവാൻ നീരാഞ്ജനത്തിലൊരു പ്രയോഗമുണ്ട്. ഞാനെപ്പോഴും പറയാറുള്ളതാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഉഴുന്നുണ്ടല്ലോ, ഈ തോടുള്ള പണ്ടൊക്കെ നമ്മൾ ഈ കറുത്ത ഉഴുന്ന് കിട്ടും, ഇപ്പോഴും കിട്ടും, അന്വേഷിച്ചാലേ കിട്ടത്തുള്ളൂ. ഈ കറുത്ത തോടുള്ള ഉഴുന്ന് കുറച്ചെടുക്കാം, കുറച്ച് എള്ളെടുക്കാം, ഒരു പീസ് ചുവന്ന തുണി, ഒരു പീസ് കറുത്ത തുണി എടുക്കുക. ഓക്കെ, ആ ചുവന്ന തുണിക്കകത്ത് എള്ളും കറുത്ത തുണിക്കകത്ത് തോടുള്ള ഉഴുന്നും പൊതിഞ്ഞതിന് ശേഷം കുറച്ച് മതി നീരാഞ്ജനം കത്തിക്കാൻ. പൊതിഞ്ഞതിന് ശേഷം ഒരു തേങ്ങ രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് ആ രണ്ട് തിരിയും രണ്ടെടുത്തിട്ട് അതിന് എണ്ണ ഒഴിച്ച് കത്തിച്ചിട്ട് ഇത് ആർക്കാണോ ദൃഷ്ടിദോഷം ബാധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആർക്കാണോ ദോഷമായിട്ട് തോന്നുന്നത് അവരുടെ ശരീരത്തിൽ ഒരു 7 പ്രാവശ്യം ക്ലോക്ക് വൈസിൽ ഒഴിയുക. ഒഴിഞ്ഞതിന് ശേഷം ഉമ്മർത്തങ്ങ് വച്ചേക്കുക. ഈ ഒഴിയുമ്പോൾ നമുക്ക് തോടുള്ള ഉഴുന്നും വേണം, അതേപോലെ തന്നെ ഈ പറയുന്ന എള്ളും വേണം. തോടുള്ള ഉഴുന്ന് നമ്മൾ പൊതിയേണ്ടത് കറുത്ത തുണിയിൽ, എള്ള് പൊതിയേണ്ടത് ചുമന്ന തുണിയിൽ. ഇങ്ങനെ പൊതിഞ്ഞതിന് ശേഷം നമ്മൾ നീരാഞ്ജനം കത്തിച്ചിട്ട് ഒരാൾ മറ്റാക്കൊന്ന് ഒഴിഞ്ഞു കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിയാം. ഒഴിഞ്ഞതിന് ശേഷം വീട്ടിൻ്റെ ഉമ്മർത്ത് വയ്ക്കുക. അത് ശനിയാഴ്ച നാളെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. ഞായറാഴ്ചയും അതേപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ എന്ന് പറയുമ്പോൾ ഏകദേശം രാഹുകാല സമയത്തും നമ്മുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കുക. ഈ 2 ദിവസം നിങ്ങൾ നാരങ്ങ വിളക്കും കത്തിച്ചാൽ നന്നായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കുകയാണ്. ഒത്തിരി ലാഗ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഇന്നലെ പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ വിഷ്ണുമായുടെ അവിടുത്തെ ശക്തി പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ ഒത്തിരി താമസിച്ച് അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ അതാണ് ഇന്ന് താമസിച്ച് വീഡിയോ എടുക്കുവാനും കാരണം. ഞാൻ നമുക്ക് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരമുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. ആത്മാവിന് മരണമില്ല. ആത്മാവ് ഈ ശരീരം കളഞ്ഞാൽ വേറെ ശരീരത്തോട്ട് പ്രവേശിച്ചോളൂ. അത് ഇപ്പോൾ സയൻസൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മരണമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം ഇട്ടിട്ട് പോവാണ്. നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ, ഭഗവാനോട് ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ അടുത്ത ജന്മം നമുക്ക് പുണ്യപ്രവർത്തികളും അതേപോലെ നീചപ്രവർത്തികളും അടുത്ത ജന്മം നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം. അപ്പോൾ ഈ ജന്മം ചെയ്യുന്ന ചില ഇതിൻ്റെ പരിണിത ഫലം അടുത്ത ജന്മത്തിലൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നതല്ല, നമ്മുടെ ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് നിലനിൽപ്പുള്ളൂ. അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇടയ്ക്ക് വെച്ചൊരു പഞ്ചകോശ ആരാധന എന്നൊക്കെ പറയും. പഞ്ചകോശം എന്ന് പറയുമ്പം അന്നമയ കോശമുണ്ട്, ഇതുണ്ട്, വിജ്ഞാനമയ കോശമുണ്ട്. അങ്ങനെ പഞ്ചകോശങ്ങളെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ നിലവിലെല്ലാവർക്കും ആരോഗ്യവും അതേപോലെ തന്നെ വിജ്ഞാനം മാത്രമേ അറിയാവുള്ളൂ, ബാക്കിയുള്ളതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ക്ലാസ് നമ്മളിവിടെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഈ അന്നമയ കോശം എന്ന് പറയുമ്പോൾ നമ്മുടെ അന്നം ആണ് നമ്മുടെ ബോഡിയെ അല്ലെങ്കിൽ ശരീരത്തെ സംരക്ഷിക്കുന്നത്. ഈ അന്നത്തെ സ്നേഹിച്ച് കഴിക്കുക. ഇപ്പം കടയിൽ ചെന്നിട്ട് ഒരാൾ പെറോട്ട ഇറച്ചിയൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ടങ്ങ് പോകാനല്ല പറഞ്ഞ ഭക്ഷണം ഏതും നമുക്ക് ചേരുന്ന ഭക്ഷണം എന്തും കഴിക്കാം. അതെന്ന് നമുക്ക് വേണ്ടാന്നൊന്നും നിർത്താം. അപ്പോൾ മത്സ്യമാംസം കഴിക്കരുതെന്നൊന്നും ഞാൻ ഒരിടത്തും ആരുടെയും പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്കെന്ന് വേണ്ട അത് നിർത്തണമെന്ന് തോന്നും അന്നാണ് നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ ബോഡി അതിന് ഒരു പരിധി കഴിയുമ്പോൾ റിജക്റ്റ് ചെയ്യും. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നിർത്തിക്കോളും. എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് ഭക്ഷണം നമ്മൾ കഴിക്കുന്നുവോ ആ ഭക്ഷണത്തെ സ്നേഹിച്ച് കഴിക്കുക. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭക്ഷണം കഴിക്കുന്നത് എന്താണ്? മൊബൈലെടുത്ത് കണ്ണത്രയും മൊബൈലായിരിക്കും. ഭക്ഷണം വരുന്നു, ബാക്കിയകത്ത് പോകുന്നു. അതിനകത്ത് എന്ത് വേസ്റ്റ് ഇടുന്നാലും നമ്മൾ കാണുന്നില്ല, അതങ്ങ് ഉള്ളിലോട്ട് ഇറങ്ങിക്കൊണ്ടേയിരിക്കും.
അത് പാടില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ കോൺസെൻട്രേഷൻ പുറത്തോട്ട് പോകരുത്. നമ്മുടെ ശ്രദ്ധ ഈ ഭക്ഷണത്തിലായിരിക്കണം. കാരണം നമ്മൾ ചിന്തിക്കണം, ഈ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഉള്ളിൽ ചെന്നാൽ അത് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ഗുണങ്ങൾ നൽകുന്നു, അത് ദോഷമുള്ള ഭക്ഷണമാണോ നല്ല ഭക്ഷണമാണോ, ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് ആ ഭക്ഷണത്തെ ആസ്വദിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ വലിയ ഗുണങ്ങളുണ്ടാവും. ഇതെല്ലാം അനുഭവത്തിൻ്റെ വെളിച്ചം കേട്ടോ. 10-28 വർഷമായി ഫീൽഡിൽ നിൽക്കണം. ഓരോ വീടുകളിൽ അപ്ലൈ ചെയ്ത് അവരുടെ ആരോഗ്യസ്ഥിതിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഈ പറയുന്ന 90% ടിപ്സുകളും ഞാൻ ഓരോ വീടുകളിൽ അപ്ലൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് ആഹാരം കഴിക്കുന്ന സമയം നമ്മൾ ആഹാരത്തിൽ മാത്രം ശ്രദ്ധിച്ച് വളരെ ഹാപ്പിയോട് സന്തോഷത്തോടു കൂടി കഴിക്കുക. കാരണം ഇതാണ് നമ്മുടെ എനർജി. ആ രീതി കഴിക്കുക. കരഞ്ഞുകൊണ്ടൊന്നും ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കാൻ പാടില്ല കേട്ടോ. പല ആൾക്കാരും കണ്ണീരൊഴുക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരിക്കലും പാടില്ല. ഭക്ഷണത്തെ സ്നേഹിച്ച് സന്തോഷത്തോടെ കഴിക്കുക. രണ്ടാമത്, ഭക്ഷണം കഴിക്കുന്ന ടൈം ഫിക്സ് ചെയ്യുക. ഇപ്പം എന്താ പറയുക, ഈ വലിയ വണ്ണമുള്ള ആൾക്കാർ, കുടവേറൊക്കെ തള്ളിയിരിക്കുന്ന ആൾക്കാരൊക്കെ പറയും, ഭക്ഷണം കൂടിപ്പോയതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കുറയ്ക്കാം, ഭക്ഷണം കുറച്ചുകൊണ്ട് തടി കുറയ്ക്കുക. ഒരു കാരണവശാലും നമുക്ക് ഭക്ഷണം കുറച്ചുകൊണ്ട് തടി കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കുറയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഭക്ഷണം എത്രത്തോളം കുറയ്ക്കുന്നോ അത്രത്തോളം നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റും. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഒരു ചെറിയൊരു ഫോർമുലയാണ് 7-7 എന്നുള്ളൊരു ഫോർമുല. രാവിലെ 7 മണിക്ക് നമ്മൾ കാപ്പി കഴിച്ചിരിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. 7 മണി, 7-8 ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ഉപേക്ഷിക്കരുത്. അത് കഴിച്ചേ പറ്റൂ. അത് കഴിക്കണം. അതാണ് നമ്മുടെ ശരീരത്തിൽ ഫസ്റ്റ് കൊടുക്കുന്ന എനർജി. ഉച്ചയ്ക്ക് കൃത്യമായിട്ടൊരു 12 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് നിങ്ങൾ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞാൽ, അതായത് രാവിലെ 7-നും 8-നും കഴിക്കുക, ഉച്ചയ്ക്ക് 12-നും 1 മണിക്കും ഇടയ്ക്ക് ഫുഡ് കഴിക്കുക, വൈകുന്നേരം 6-നും 7-നും ഇടയ്ക്ക് കഴിക്കുക, അല്ലെങ്കിൽ 7-നും 8-നും ഇടയ്ക്ക് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചതിന് ഒരു മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഇരുന്നതിന് ശേഷം മാത്രമേ കിടക്കാൻ പാടുള്ളൂ. ഫുഡ് കഴിച്ചുകൊണ്ട് കിടക്കാതിരിക്കുക. അപ്പോൾ ചെയ്യേണ്ടത് 7-7, രാവിലെ 7 മണി, ഉച്ചയ്ക്ക് 12 മണി, വൈകുന്നേരം 7 മണിക്കകത്ത് ഫുഡ് കഴിച്ച് നിർത്തുക. 3 നേരത്തെ ഫുഡ് കഴിച്ച് നിർത്തുക. രാത്രി ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ രാത്രി വിശക്കും. ഒന്നുമില്ല, കമന്നും കിടന്ന് ഉറങ്ങിക്കൊണ്ടാണ് മതി വിശക്കുന്നെങ്കിൽ. അപ്പോൾ ആ രീതി അനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കൂ. എത്ര വലിയ തടിയുള്ള ആളാണെങ്കിലും ആ തടി ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 5 കിലോ ഭാരം കുറയും. കാരണം ഭാരം കുറയുന്നത് ബാഡ് കൊളസ്ട്രോൾ കട്ടായി പോകുന്നുണ്ട്. ആ ഒരു ഭാരം കുറയും, നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. അപ്പം അന്നം കഴിക്കുന്ന ടൈമും അന്നം കഴിക്കേണ്ട രീതിയാണ് ഇത് പറയേണ്ടത്. അപ്പോൾ ഈ രീതി അനുസരിച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ഈ ടൈം അനുസരിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ഓടാൻ പറ്റൂ, അല്ലേ? ഇപ്പോൾ ആരോഗ്യം സകല ആൾക്കാരും അവരുടെ ആരോഗ്യം നോക്കാറ്. രാവിലെ ഭക്ഷണം കഴിക്കുന്നില്ല, രാവിലെ ഓഫീസിൽ പോകുന്നു, തിരക്ക് പിടിച്ച് ഓട്ടം, ജോലി, വൈകുന്നേരം ഇടയ്ക്ക് സമയത്ത് എന്തെങ്കിലും ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്നാക്സ്, ഒരു ചായ എന്തെങ്കിലും കഴിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഓട്ടം, ഉച്ചയ്ക്ക് സമയത്തിന് ആഹാരം കഴിക്കത്തില്ല. രാത്രി വീട്ടിൽ വന്നിട്ട് ഒരു 12 മണി 1 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കുക, രാത്രി ഉടൻ കിടന്ന് ഉറങ്ങുക, രാവിലെ വീർത്ത് വരും. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നടുവേദനയൊക്കെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. റൈറ്റ് ടൈമിൽ കൃത്യസമയത്ത് നിങ്ങൾ ആഹാരം കഴിക്കുക. നിങ്ങൾ 90% അസുഖങ്ങളും മാറും. 90% അസുഖങ്ങളും കൃത്യസമയത്ത് നിങ്ങൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ മാറിയിരിക്കും. ഞാൻ ഗ്യാരണ്ടിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പ് ചെയ്യൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട്. പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെയായിരിക്കും. ഉടനെ തന്നെ നമ്മളൊരു ജ്യോത്സ്യനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും. അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം, ഇവിടെ പൊളിക്കണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും. എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അതെ, വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം.
അങ്ങനെ ഈ ഫെൻഷുയി പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്.